ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിലേക്ക് കറിയും ചട്നിയും ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ 1 കപ്പ് റവ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈര് ഇനി ഒരു ചട്നി ഗ്രൈൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തതിൻ്റെ ശേഷം റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് അടച്ചു വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം റവ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ച തൈരൊക്കെ ശരിക്കും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിലേക്ക് ഇനി വെള്ളം ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ബാറ്റർ പെർഫെക്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 3 മിനിറ്റ് വരെ ബാറ്റർ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളമൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 15 സെക്കൻഡോളം ഇത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ ബൗൾസ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാ ബോൾസിലും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഞാനൊരു 3/4 ലെവൽ വരെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് എന്താണെങ്കിലും പൊങ്ങി വരും. ഇനി ഇതേപോലെ തന്നെ എല്ലാ ബോളിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ബാറ്റർ എല്ലാ ബോളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഒരു മുളക് പൊടി നമുക്കിതുപോലെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ മുളക് പൊടി ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബൗൾസൊക്കെ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇത് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഇത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം തണയാൻ വേണ്ടി വെക്കാം. ഇത് തണുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ട് ഇതൊന്ന് അടത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് അടത്തിയെടുക്കാം. അടുത്ത് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എള്ളിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. കുറച്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് ഫ്രൈ ആകുന്നവരെ നമുക്കിതൊന്ന് ശരിക്കും റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച അപ്പം ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി.
ഇങ്ങനെ ചെയ്താൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് ചട്നി ഇല്ലാണ്ടും കഴിക്കാം, ചട്നിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം.